ഹലോ, നിങ്ങളുടെ കൂടെ കോളേജിൽ പഠിച്ച നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും, ഒരുപാട് മൊമെൻറ്റ്സ്, ഒരുപാട് മെമ്മറീസൊക്കെ നമുക്ക് വീണ്ടും ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞ് ചിരിക്കാനുണ്ടാവും. ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്. പക്ഷേ എന്തൊക്കെ മാറിക്കഴിഞ്ഞാലും നമുക്ക് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതിനൊരു മാറ്റവും വന്നിട്ടുണ്ടാവില്ല. ആ പഴയ നമ്മളെ തന്നെ നമുക്ക് തിരിച്ച് കിട്ടിയ പോലത്തെ ഒരു ഫീലായിരിക്കും കേട്ടോ. ആരൊക്കെ ഉണ്ടെങ്കിലും ചില മനുഷ്യരുടെ കൂടെ മാത്രം പുറത്ത് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവും നമ്മുടെയൊക്കെ ഉള്ളിൽ. അത് ഭയങ്കര രസമാണ്. നമ്മളിപ്പോൾ പോലീസ് മൈതാനത്തിലേക്കാണ് പോകുന്നത്. അവിടെ സ്നോ ലാൻഡ് അല്ലേ, സ്നോ വേൾഡിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കുറേ നാളായി ഒരുമിച്ച് മീറ്റ് ചെയ്തിട്ട്, ഏകദേശം ഒരു 3 year ഒക്കെ ആയി കാണും ഞാൻ ഇവരെ മീറ്റ് ചെയ്തിട്ട്. നിങ്ങളുടെ കൂട്ടത്തിലും കാണില്ലേ വേറെ എന്തിട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങാത്ത ഒരാൾ? അപ്പോൾ നമ്മൾ സ്നോ ലാൻഡ് എക്സ്പോ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പായിരുന്നു ഉള്ളിൽ. അത്യാവശ്യം കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു, കൂടുതലും കുട്ടികളായിരുന്നു. അവരുടെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ആനേനെയും പെൻഗ്വിനെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര കൗതുകമായിരുന്നു. നമ്മളിപ്പോൾ കുറച്ച് വളർന്നില്ലേ, അതുകൊണ്ട് ഇപ്പോൾ അത്രയും എക്സൈറ്റ്മെൻറ്റൊന്നും നമുക്ക് തോന്നിയില്ല. പിന്നെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. നല്ല അടിപൊളിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫോട്ടോസൊന്നും അത്ര ക്ലാരിറ്റിയിൽ കിട്ടിയില്ല, കാരണം ലൈറ്റിങ് കുറച്ച് കുറവായിരുന്നു. കുറച്ചൊരു ഡാർക്ക് ആംബിയൻസിലാണ് ഇവരിത് ചെയ്തത്. പിന്നെ ഇങ്ങനെ കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചുമ്മാ വില ചോദിച്ചിങ്ങനെ നടന്നല്ലാതെ കാര്യമായിട്ടൊന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ഇവിടെ വന്നിട്ടില്ലാത്തവർ വന്ന് കാണുക. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സ്നോ പാർക്കിലുള്ള എക്സിബിഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് എവിടെയാണ്? സീ പാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇത്രയും. സ്നോ ലാൻഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് കണ്ണൂർ ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തുള്ള സീ പാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയൊക്കെ കൂടെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് പീസ്ഫുള്ളായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം സൺസെറ്റൊക്കെ കണ്ട് മിഠായിയൊക്കെ തിന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അതിനിടയിൽ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.